ഒഴുക്ക് തന്നെയാണ് ഈ ദൗത്യത്തിന് വെല്ലുവിളിയായി നിൽക്കുന്നത്. ശക്തമായ ഒഴുക്ക് ഗംഗാവലിയിൽ തുടരുകയാണ്. ഗംഗാവലി ആർത്തലച്ച് തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും അവിടെ ദൗത്യം ഓണായിക്കൊണ്ടിരിക്കുകയാണ്. NDRFിൻ്റെ സംഘത്തെയാണ് ആ കാണുന്നത്. അവരവരുടെ ബോട്ടുകൾ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നു പുഴയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി, ഒഴുക്ക് പരിശോധിക്കുന്നതിന് വേണ്ടി എന്നതാണ്. നാവികസേനയുടെ അംഗങ്ങളും അവിടെ മറുകരയിൽ വന്നിട്ടുണ്ട്. കരസേന എത്തിയിട്ടുണ്ട്. കൂറ്റൻ 2 മണ്ണ് മാന്തി യന്ത്രങ്ങൾ അവിടെ തുടരുന്നുണ്ട്. അപ്പോൾ മണ്ണ് നീക്കുന്ന പ്രവൃത്തിയും അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അതായത് ഈ പുഴക്കരയിൽ നിന്നുള്ള മണ്ണാണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഗംഗാവലിയുടെ ഈ മറുകരയിൽ ഇന്നും മാധ്യമങ്ങൾക്ക് അനുമതിയില്ല എന്നത് തന്നെയാണ്. പോലീസ് സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ഇന്നലെ ഒരു 8:45 പോലീസ് എത്തി മാധ്യമപ്രവർത്തകരെ മാറ്റിയിരുന്നതെങ്കിൽ 7:30 തന്നെ പോലീസ് സ്ഥലത്തേക്ക് വന്ന് എല്ലാവരോടും മാറണമെന്ന കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ട് നമ്മളേതായാലും അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. പറഞ്ഞതുപോലെ തന്നെ പുഴയുടെ ഒഴുക്ക് ഒരു അനുകൂലമായി വന്നാൽ മാത്രമേ ഈ ദൗത്യം അതായത് ഡൈവേഴ്സിന് പുഴയിലേക്ക് ഇറങ്ങി ട്രക്കിനടുത്തേക്ക് എത്താൻ കഴിയൂ എന്നത് തന്നെയാണ്, പരിശോധിക്കാൻ കഴിയൂ എന്നതാണ്. ഇന്ന് ആ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ഇല്ല. അതിന് നേതൃത്വം നൽകുന്ന റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ ഇവിടെ നിന്ന് തിരികെ മടങ്ങിയിട്ടുണ്ട്. ഇന്നലെ നടത്തിയ പരിശോധനയുടെ ഒരു വിശദമായ റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വിശകലനത്തിനൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് എന്നതുകൂടിയാണ്. എന്തായാലും മഴ മാറി നിൽക്കുന്ന ഒരു പ്രഭാതമാണ്. ഓറഞ്ച് അലേർട്ടാണ് മേഖലയിൽ തുടരുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ ഓറഞ്ചായിരുന്നു. അതിന് മുൻപുള്ള ദിവസങ്ങളിലൊക്കെ തുടർച്ചയായി റെഡ് അലേർട്ടായിരുന്നു. മഴയുടെ അളവിൽ കുറച്ച് ശമനം ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഇന്ന് രാവിലെ ശക്തമായൊരു മഴ പെയ്തു തോർന്നതാണ്. മാനം തെളിഞ്ഞിട്ടില്ല, മൂടിക്കെട്ടി തന്നെ നിൽക്കുകയാണ്. ഏതായാലും ഞാനീ പറഞ്ഞതുപോലെ തന്നെ കാലാവസ്ഥയാണ് ഏറ്റവും പ്രതിസന്ധിയായി നിൽക്കുന്ന ഒരു കാര്യം. ഒഴുക്കാണ് അതിൽ. ഇന്നലെ 2 തവണയാണ് പുഴയിലേക്ക് നാവികസേനയുടെ ബോട്ടുകളിലെത്തിയ ഉദ്യോഗസ്ഥർ ഒഴുക്ക് പരിശോധിച്ചത്. പക്ഷെ ആങ്കറിംഗ് പോലും കൃത്യമായി നടത്താൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ്. അത്രയും ശക്തമായ ഒഴുക്ക്. നമ്മൾ ഈ മുകൾ ഭാഗമാണ് കാണുന്നത്. അടിയൊഴുക്ക് അതിലൊക്കെ ഇരട്ടിയാണ് എന്നാണ് അവർ പറയുന്നതും. ഇന്ന് മന്ത്രിമാർ കൂടി സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള മന്ത്രി PM മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനുമാണ് സ്ഥലത്തേക്ക് എത്തുക. ഉച്ചയോടുകൂടി അവരെത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇവിടുത്തെ സ്ഥിതിഗതികളൊക്കെ ഒരിക്കൽ കൂടി, ഒരു വട്ടം കൂടി ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ആളുകളുമായി ചർച്ച ചെയ്യും, വിശകലനം ചെയ്യും എന്നൊക്കെയുള്ളതാണ്. ഏതായാലും പോലീസിൻ്റെ നിർദ്ദേശം, ജില്ലാ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് നമ്മൾ ഈ ഗംഗാവലിയുടെ ഈ കരയിൽ നിന്ന് ഏതായാലും മാറുകയാണ്. ഇന്നലെ വളരെ വിദൂരതയിൽ നിന്നാണ് ഈ ദൗത്യം നമ്മൾ ചിത്രീകരിച്ചതും റിപ്പോർട്ട് ചെയ്തതുമൊക്കെ. അങ്ങനെ ഒരു സ്ഥലത്തെത്തി ഇത് ചിത്രീകരിക്കാൻ കഴിയും, റിപ്പോർട്ട് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.